ഫ്രാൻസിസ് കോക്ക് കൂലി ലോകേഷ് കനകരാജ് സിനിമ. അവിടെ എങ്ങനെ കുഴപ്പക്കാരനാണോ എന്ന് ചോദിച്ചാ നമുക്ക് സിനിമ തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യും. പക്ഷേ ഇത് അങ്ങ് ഒരു സുമാർ പടമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് അങ്ങ് സെറ്റായില്ല, മൊത്തത്തിൽ പവറില്ല. കുലി പവർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പവർ ഫീൽ. രജനി ഫാൻസിനെ ആഘോഷിക്കാൻ ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ ഒരു ലോകേഷ് കനകരാജ് സിനിമ എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സാധനം ഉണ്ടല്ലോ. ലോകേഷ് പല സ്ഥലത്ത് വീക്കായി, ഇപ്പോൾ എസ്പെഷ്യലി റൈറ്റിംഗിൽ വളരെ വീക്കാണ്. പക്ഷേ ആമീർ ഖാനെ കൊണ്ടുപോയിട്ട് അവസാനം ഇത് കോമഡി പീസ് ട്രൗസറൊക്കെ ഇട്ട് വന്നിട്ട് കുറച്ച് പട്ടികളായിട്ട് വന്നിട്ട് അയ്യയ്യ, അവിടെയാണ് എനിക്ക് കംപ്ലീറ്റ്ലി ഡിസപ്പോയിന്റഡ് ആയി പോയത്. വേട്ടക്കാരെന്ന് പറഞ്ഞത് വെടിക്കെട്ടുകാരെന്നാണോ കേട്ടത്? ഗംഭീരമായുള്ള തുടക്കമായിരുന്നു. ഓപ്പണിംഗ് സീനൊക്കെ കിടുമായിരുന്നു. സൗബിൻ ഗംഭീരമായിട്ട് സൗബിനെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സൗബിൻ മാക്സിമം ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്. എന്തോ ഇത് സംഗതി ടോപ്പ് ആയിക്കുന്നല്ലേ, നിങ്ങളെ ചങ്ങായിമാരി ഞെട്ടിക്കുന്നു. ഇന്റർവെൽ പഞ്ച് ഒന്നൊരു ഒരു ഭയങ്കര ഭയങ്കര ഒരു മീഡിയോക്കർ ആയിട്ടുള്ള ഒരു ഇന്റർവെല്ല്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. എടാ, പാമ്പ് കടിച്ച എന്നെ ഇടിവെട്ടി. പഴഞ്ചൊല്ല് തിരിഞ്ഞുപോയി മുതലാളി, ഇടിവെട്ടിവനെ പാമ്പ് കടിച്ചു. പക്ഷെ ഈ സിനിമ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഓക്കെ, വൺ ടൈം സുഖമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന സ്റ്റഫ് സീനകത്തുണ്ട്. ശരിക്കും എനിക്ക് രോമാഞ്ചുണ്ടായി. കണ്ടില്ലേ? നാഗാർജുന അക്നീനിന്റെ ഒരു മോനുണ്ട്. അദ്ദേഹത്തിന്റെ മോനെന്ന് കണ്ടാത്തോണ്ട് ഇത് ഏതോ ഒരു ഓഞ്ഞ മോൻ. എന്ത് മോനാ അത്? കൊടുക്കുന്ന നമുക്ക് രണ്ടുപേർക്കും കിട്ടിയില്ല അല്ലേ? എന്തായാലും നെൽസൺ തന്നെ പണ്ണട്ടെ. ജ്വല്ലർ 2 കമ്മിങ്.